Hello students, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത് നാനോ ഇലക്ട്രോണിക് ഡിവൈസസിനെ കുറിച്ചാണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് മോഡ്ഫെറ്റ്. മോഡ്ഫെറ്റ് മീൻസ് മോഡുലേഷൻ ടോപ്ഡ് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഹെംഡ്. ഹെംഡ് മീൻസ് ഹൈ ഇലക്ട്രോൺ മൊബിലിറ്റി ട്രാൻസിസ്റ്റർ. ഇതിൻ്റെ മോഡ്ഫെറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഹാവിങ് എ കണ്ടക്ടിങ് ചാനൽ അറ്റ് ദ ജംഗ്ഷൻ ഓഫ് ടു ഡിസിമിലർ ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയൽ. അതായത് മോഡ്ഫെറ്റ് എന്ന് പറയുന്നത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് ഒരു ഹെട്രോ ജംഗ്ഷൻ വെച്ചിട്ടാണ്. മോസ്ഫെറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഒരു ഹോമോ ജംഗ്ഷൻ ഡിവൈസാണ്. ഒരു സിലിക്കൺ വേഫറിനകത്ത് ഡോപ്പിംഗ് വഴിയാണ് നമ്മൾ ടെർമിനൽസൊക്കെ ഫാബ്രിക്കേറ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ ഇതെന്താണ്? ഒരു ഹെട്രോ ജംഗ്ഷൻ ഡിവൈസാണ്. ഹെട്രോ ജംഗ്ഷൻ മീൻസ് ഇറ്റ് ഈസ് എ ജംഗ്ഷൻ ഫോംഡ് ബൈ സെമി കണ്ടക്ടേഴ്സ് ഹാവിങ് ഡിഫറെൻറ്റ് ബാൻഡ് ഗ്യാപ്പ്. യൂഷ്വലി നമ്മൾ ഹെട്രോ ജംഗ്ഷൻ ഫോം ചെയ്യാൻ യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടേഴ്സ് അലുമിനിയം ഗാലിയം ആർസനൈഡ് ആൻഡ് ഗാലിയം ആർസനൈഡ് ആണ്. അതിൽ അലുമിനിയം ഗാലിയം ആർസനൈഡായിരിക്കും ബാൻഡ് ഗ്യാപ്പ് കൂടുതൽ, ഗാലിയം ആർസനൈഡിന് ബാൻഡ് ഗ്യാപ്പ് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഡിസിമിലർ ആയിട്ടുള്ള ബാൻഡ് ഗ്യാപ്പ് ഉള്ള രണ്ട് മെറ്റീരിയൽസ് കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അവിടെ എന്താണ്, ഒരു വെൽ ഫോർമേഷൻ ഉണ്ടാവും, ഒരു ട്രയാങ്കുലർ വെൽ ഫോർമേഷൻ ഉണ്ടാവും. അത് ആ ട്രയാങ്കുലർ വെല്ലിൽ ഒരു 2 ഡയമെൻഷണൽ ഇലക്ട്രോൺ ഗ്യാസ് ഫോം ചെയ്യും. അതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ഡയമെൻഷണൽ ഇലക്ട്രോൺ ഗ്യാസിൽ ഇലക്ട്രോൺസിൻ്റെ മൊബിലിറ്റി ഭയങ്കര കൂടുതൽ, ഹൈ ആയിരിക്കും, വെരി ഹൈ ആയിരിക്കും ഇലക്ട്രോൺസിൻ്റെ മൊബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്, ഹൈ ഇലക്ട്രോൺ മൊബിലിറ്റി ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എന്താണ് ഫസ്റ്റ് പോയിൻ്റ്, ഹെട്രോ ജംഗ്ഷൻ ഡിവൈസാണ്. ഹെട്രോ ജംഗ്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അലുമിനിയം ഗാലിയം ആർസനൈഡ് ആൻഡ് ഗാലിയം ആർസനൈഡ് ആണ്. അതിൻ്റെ ഇൻ്റർഫേസിൽ ഒരു ട്രയാങ്കുലർ വെൽ ഫോർമേഷൻ ഉണ്ടാവും. ആ വെൽ ഫോർമേഷനിൽ ഒരു 2 ഡയമെൻഷനിൽ ഇലക്ട്രോൺ ഗ്യാസ് ഫോം ചെയ്യും. അവിടെയുള്ള ഇലക്ട്രോൺസിൻ്റെ മൊബിലിറ്റി വെരി ഹൈ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? ദ ഇൻക്രീസ്ഡ് മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഹെട്രോ ജംഗ്ഷൻ ലെയറാണ്. ഇനി നമ്മൾ സ്ട്രക്ചർ വരയ്ക്കുകയാണ്. അപ്പം ഡിവൈസിൻ്റെ സ്ട്രക്ചർ വരച്ചാൽ നമുക്കറിയാം ഇതൊരു ഹെട്രോ ജംഗ്ഷനാണ്. അപ്പോൾ എന്ത് വേണം? N+ അലൂമിനിയം ഗാലിയം ആർസനൈഡ് ആൻഡ് ഗാലിയം ആർസനൈഡ്. അതാണ് ഇവിടുത്തെ മെയിൻ പോർഷൻസ്. അതായത് N+ അലൂമിനിയം ഗാലിയം ആർസനൈഡും ഒരു ഇൻട്രിൻസിക് ഗാലിയം ആർസനൈഡും. അതിനിടയ്ക്കാണ് ഗ്രീൻ കളറിൽ ഈ യെല്ലോ ഇപ്പം കൺസിഡർ ചെയ്യേണ്ട, യെല്ലോ ഇല്ലെന്ന് വിചാരിച്ചാൽ മതി. അപ്പം നമുക്ക് അറിയാൻ പറ്റും N+ അലൂമിനിയം ഗാലിയം ആർസനൈഡിനും ഗാലിയം ആർസനൈഡിനും ഇടയ്ക്ക് യെല്ലോ ഇല്ലെങ്കിൽ ഒരു ഗ്രീൻ ലൈൻ മാത്രമേ ഉള്ളൂ. അതാണ് 2 ഡയമെൻഷനൽ ഇലക്ട്രോൺ ഗ്യാസ്. ഹെട്രോ ജംഗ്ഷന് ഇടയ്ക്കായിട്ട് ഒരു ഇലക്ട്രോൺ ഗ്യാസ് ലെയർ ഫോം ചെയ്തു. മീൻസ് ഒരു ട്രയാങ്കുലർ വെൽ ഫോർമേഷനിൽ 2 ഡയമെൻഷൻ ഇലക്ട്രോൺ ഗ്യാസ് ഫോർമേഷൻ ഉണ്ടായി. ഇനി നമ്മളിവിടെ N+ അലൂമിനിയം ഗാലിയം ആർസനൈഡ് കഴിഞ്ഞ ഉടനെ ഒരു ഇൻട്രിൻസിക് അലൂമിനിയം ഗാലിയം ആർസനൈഡ് ലെയറും കൂടെ വെച്ചിട്ടുണ്ട്. അതിനെ സ്പേസർ എന്നാണ് പറയുന്നത്. അത് നമ്മളുടെ മൊബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അതായത് മൊബിലിറ്റി കൂട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മൊബിലിറ്റി കൂട്ടണം എന്നുണ്ടെങ്കിൽ സ്കാറ്ററിങ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം. സ്കാറ്ററിങ് അവോയ്ഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇമ്പ്യൂരിറ്റി അയോൺസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പം N+ അലൂമിനിയം ഗാലിയം ആർസനൈഡിലാണെങ്കിൽ ഇമ്പ്യൂരിറ്റി അയോൺസ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഇലക്ട്രോൺസ് ഗാലിയം ആർസനൈഡിലോട്ട് വരുന്നത്. ഗാലിയം ആർസനൈഡ് ഇൻട്രിൻസിക് ആണ്, അവിടെ ഇമ്പ്യൂരിറ്റി ആറ്റംസ് ഒന്നും ഉണ്ടാവില്ല, ഇമ്പ്യൂരിറ്റി അയോൺസ് ഒന്നും ഉണ്ടാവില്ല, അവിടെ സ്കാറ്ററിങ് ഉണ്ടാവില്ല, അവിടെ ഇലക്ട്രോൺസ് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും. ബട്ട് ഈ ഇലക്ട്രോൺ ലെയറിന് 2 ഡയമെൻഷൻ ഇലക്ട്രോൺ ഗ്യാസിന് ഈ N+ അലൂമിനിയം ഗാലിയം ആർസനൈഡ് വഴി ഒരു ഇൻഫ്ലുവൻസും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് N+ അലൂമിനിയം ഗാലിയം ആർസനൈഡ് കഴിഞ്ഞ ഉടനെ അതിൻ്റെ തന്നെ ഒരു ഇൻട്രിൻസിക് ലെയർ വെച്ചത്. ഓക്കെ, അപ്പോൾ ആ ഇൻട്രിൻസിക് റീജിയൻ മനസ്സിലായോ? നമ്മൾ ഫസ്റ്റ് വേണ്ടത് N+ അലൂമിനിയം ഗാലിയം ആർസനൈഡ്, ദെൻ അതിൻ്റെ ഒരു ഇൻട്രിൻസിക് റീജിയൻ, ദെൻ അതിനിടയ്ക്ക് പിന്നെ വരുന്നത് ഗാലിയം ആർസനൈഡ്. അതിന് ഇടയ്ക്കായിട്ടൊരു ബിൽറ്റ് ഇൻ ചാനൽ വരും. ചാനലല്ല, ഒരു 2 ഡയമെൻഷണൽ ഇലക്ട്രോൺ ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാവും. ഓക്കെ, പിന്നെ നമുക്കിത് സബ്സ്ട്രേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻട്രിൻസിക് ഗാലിയം ആർസനൈഡാണ് സബ്സ്ട്രേറ്റ്. പിന്നെ മോസ്ഫെറ്റിനെ പോലെ ഇവിടെയും എന്തുണ്ട്? 3 ടെർമിനൽസ് ഉണ്ട്, സോഴ്സ്, ഗേറ്റ്, ഡ്രെയിൻ. അപ്പോൾ അതിൻ്റെ കോണ്ടാക്ട്സ് എടുക്കാൻ വേണ്ടി ഒന്നുകിൽ മെറ്റൽ യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഹെവിലി ഡോപ്ഡ് ആയിട്ടുള്ള ഗാലിയം ആർസനൈഡ് യൂസ് ചെയ്യും. അതാണ് ഈ സ്ട്രക്ചറിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ആ സ്ട്രക്ചർ ഒന്നുകൂടെ ഒക്കെ വരച്ചേക്കാണ്.
ഇവിടെ നമ്മുടെ ആ ട്രയാങ്കുലർ വെൽ ഫോർമേഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ആ ട്രയാങ്കുലർ വെല്ലാണ് ഈ വരച്ചിരിക്കുന്നത്. ഈ ട്രയാങ്കുലർ വെല്ല് എങ്ങനെയാണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഡിഫറെൻറ്റ് ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയൽ കമ്പൈൻ ചെയ്യുമ്പോൾ അവിടെ ഒരു വെൽ ഫോർമേഷൻ ഉണ്ടാവും. ആ വെല്ലിലാണ് നമ്മൾ 2 ഡയമെൻഷൻ ഇലക്ട്രോൺ ഗ്യാസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആ പോർഷൻസ് കാണിച്ചിട്ടുണ്ട്. ഈ പാർട്ടെന്ന് പറയുന്നത് N+ അലൂമിനിയം ഗാലിയം ആർസനൈഡ് ആണ്. ഈ പാർട്ടെന്ന് പറയുന്നത് ഇൻട്രിൻസിക് ഗാലിയം ആർസനൈഡ് ആണ്. മൊബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഈ N+ അലൂമിനിയം ഗാലിയം ആർസനൈഡിൻ്റെ സ്കാറ്ററിങ് എഫക്റ്റൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതിനിടയ്ക്കായിട്ടൊരു സ്പേസ് റീജിയനായിട്ട് ഇൻട്രിൻസിക് അലൂമിനിയം ഗാലിയം ആർസനൈഡ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഇൻ ബിറ്റ്വീൻ എന്തുണ്ട്, ഒരു സ്പേസ് റീജിയൻ ഉണ്ട്. A triangular well, quantum well formed at the interface of the heterojunction. The width of the 2-dimensional electron gas is about 8 nanometer. It is sufficient for quantum sized effect. The trapped electrons in the triangular well have better conductivity since effective mass of electron in gallium arsenide is very low. അപ്പം വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റും കൂടെ ഉണ്ട്. ഈ ഇലക്ട്രോൺസിൻ്റെ മൊബിലിറ്റി കൂട്ടാൻ ഒന്നുകിൽ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് സ്കാറ്ററിങ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. കാരണം ഗാലിയം ആർസനൈഡ് എന്ന് പറയുന്നത് ഇൻട്രിൻസിക് ഗാലിയം ആർസനൈഡ് ആണ്. അവിടെ ഇമ്പ്യൂരിറ്റി ആറ്റംസ് ഒന്നുമില്ല. അപ്പം ഇമ്പ്യൂരിറ്റി അയോൺസ് ഉണ്ടാവില്ല. ഇമ്പ്യൂരിറ്റി അയോൺസിൽ തട്ടി ഇലക്ട്രോൺസിന് സ്കാറ്ററിങ് എഫക്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പം അത് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഈ ഇലക്ട്രോൺസ് വെൽ ഫോം ചെയ്ത ഗാലിയം ആർസനൈഡ് അതിൽ ഇലക്ട്രോൺസിൻ്റെ മൊബിലിറ്റി ഹൈ ആയിരിക്കും. എന്തുകൊണ്ടാണ്? അവിടുത്തെ ഇലക്ട്രോൺസിൻ്റെ എഫക്റ്റീവ് മാസ് കുറവാണ്, സോ മൊബിലിറ്റി ഹൈ ആയിരിക്കും. അങ്ങനെ ഈ 2 റീസൺ കൊണ്ടാണ് ആ 2 ഡയമെൻഷൻ ഇലക്ട്രോൺ ഗ്യാസിൽ ഇലക്ട്രോൺസിന് ഹൈ മൊബിലിറ്റി കിട്ടുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇലക്ട്രോൺസ് ആർ ട്രാൻസ്ഫർഡ് ഫ്രം എവിടെ നിന്നാണ്? അലൂമിനിയം ഗാലിയം ആർസനൈഡ് ടു ഗാലിയം ആർസനൈഡ്. ദി ഇൻട്രിൻസിക് അലൂമിനിയം ഗാലിയം ആർസനൈഡ് ഐസൊലേറ്റ്സ് ദ കണ്ടക്റ്റിംഗ് ഇലക്ട്രോൺ ചാനൽ ഫ്രം ദ N-type അലൂമിനിയം ഗാലിയം ആർസനൈഡ്. അതാണ് ആ സ്പേസ് റീജിയൻ്റെ ഫങ്ഷൻ. അപ്പോൾ നമ്മൾ ഈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് ഡ്രെയിൻ വോൾട്ടേജ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്താണ് 2 ഡയമെൻഷൻ ഇലക്ട്രോൺ ഗ്യാസിലൂടെ ഇലക്ട്രോൺസ് മൂവ്മെൻറ്റ് ഉണ്ടാവും. അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗേറ്റിൽ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്താൽ മതി. ഇതിൻ്റെ സ്വിച്ചിങ് സ്പീഡ് വെരി ഹൈ ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ VI ക്യാരക്ടറിസ്റ്റിക്സ് ഓൾമോസ്റ്റ് സിമിലർ ടു ദാറ്റ് ഓഫ് മോസ്ഫെറ്റ് തന്നെയാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഹൈ മൊബിലിറ്റി ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ ഹൈ സ്വിച്ചിങ് സ്പീഡ് ആയിരിക്കും. പിന്നെ ലോ നോയ്സ് ആയിരിക്കും. ഹൈ ഫ്രീക്വൻസി ഓപ്പറേഷൻസിന് യൂസ് ചെയ്യാം. ദെൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസി ഡിവൈസസിനെല്ലാം ഗെയിൻ ആംപ്ലിഫിക്കേഷൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. മൈക്രോവേവ് ICസിൽ, അതുപോലെ സെൽഫോൺ, ദെൻ റഡാർ സിസ്റ്റം, ഇതിലെല്ലാം നമുക്ക് മോഡ്ഫെറ്റ് യൂസ് ചെയ്യാം. ഓക്കെ.